അച്ചച്ചൻ കടയിൽ പോയി വരുമ്പോൾ ജാനിമോൾ ആദ്യം നോക്കാറ് കയ്യിൽ എന്തെങ്കിലും പൊതി ഉണ്ടോയെന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നുള്ളതൊരു കിടിലൻ നൈറ്റാണ്. പക്ഷെ ആൾക്ക് അത്ര പരിചയമില്ല, ആദ്യമായിട്ട് കാണാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ ഐറ്റം എന്നല്ലേ, അയിനിച്ചക്ക. നമ്മുടെ നാട്ടിൽ അയിനിച്ചക്ക എന്നാണ് പറയാറ്. അങ്ങനെ പല നാടുകളിൽ പല പേരിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഭാഗത്തൊക്കെ ആഞ്ഞിലിച്ചക്ക എന്നാണ് പറയാ തോന്നുന്നു. മോൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയെ ഞാൻ പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെ വേഗം പുറത്തേക്ക് എടുത്തു. ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ട്, ഇങ്ങനെ കഴിക്കാനൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം വായക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കഴിക്കുകയെന്ന്. അങ്ങനെ ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ അത് സംഭവം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ തൊടുമ്പോഴേ അടർന്നു പോകുന്നുണ്ടായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ ഇതിൻ്റെ പച്ച കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചാരത്തിൽ ഒളിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒളിപ്പിച്ച് വെച്ചാൽ വേഗം പഴുക്കുന്നാണ് പറയാറ്. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ യെല്ലോ കളറാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് മെഡിസിനൽ വാല്യൂസും കൂടിയുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ അയിനിച്ചക്ക എന്ന് പറയുന്നത്. അങ്ങനെ വേഗം ഞാൻ ഒരെണ്ണെടുത്ത് പൊളിച്ചിട്ട് മോൾക്കതിൻ്റെ ചുള ഒരു പാത്രത്തിലിട്ട് കൊടുത്തു. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഒറ്റ ഇരിപ്പിന് തന്നെ പാത്രത്തിലുള്ളത് മുഴുവൻ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കുരു നമ്മൾ ഒഴിവാക്കാറില്ല കേട്ടോ. ഈ കുരു എടുത്ത് വെച്ചിട്ട് കുറേ ഉണ്ടാവുമ്പോൾ നമ്മളിത് ചട്ടിയിലിട്ടിട്ട് വറുത്ത് കപ്പലണ്ടി കഴിക്കുന്ന പോലെ കഴിക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യം ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ വേഗം അവൾ കഴിച്ച 2 കുരു എടുത്ത് വിടുന്നിട്ട് പറയുക, അമ്മേ എനിക്കിതൊന്ന് വറുത്തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരുപാടുണ്ടോ, അപ്പോൾ ഞാൻ വറുത്തരേണ്ടത് പറഞ്ഞിട്ട് ആളെ തൽക്കാലം സമാധാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്